ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതിൽ നിന്നും ഒരൊറ്റ ഗ്ലാസ് മതിയാകും വയറ് ഫില്ലാകാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം വേണ്ടത്, ഞാനിവിടെ 5 രസകദളിപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. പഴം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് ഈ ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കുന്നത്. ആദ്യം നമുക്ക് കുറച്ച് പാൽ അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇനി ഒന്ന് അടിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ബാക്കി പാലും കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് അടിച്ചിട്ടെടുക്കണം. ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഡ്രിങ്ക് നമുക്ക് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്നും കൂടെ ഒന്ന് തണുപ്പിച്ചിട്ടെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഫ്രൂട്ട്സുകൾ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്കുള്ള കസ്കസ് ഒന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കണം. അതിനായി ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്കസ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് ഇനി ഇതൊന്ന് കുതിർന്ന് കിട്ടും. ഡ്രിങ്ക് നന്നായിട്ട് ഇനി ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇതിലേക്ക് ഒരു പകുതി ആപ്പിൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു പകുതി നേന്ത്രപ്പഴവും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറുത്ത മുന്തിരി, കുരു ഇല്ലാത്തതാണ് എടുത്തിട്ടുള്ളത്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പീനട്ടാണ് എടുത്തിട്ടുള്ളത്, അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. റോസ്റ്റഡ് പീനട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള കസ്കസാണ്. ഞാനിവിടെ പകുതി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മധുരത്തിനായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാകും. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് നന്നാരി സിറപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നാരി സിറപ്പും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഡ്രിങ്കിന് ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ചൊന്ന് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ചുകൂടി നിങ്ങൾക്ക് ലൂസായിട്ട് ഡ്രിങ്ക് വേണമെങ്കിൽ കുറച്ച് പാലോ ഐസ് ക്യൂബോ വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. കസ്റ്റാർഡോ കോൺഫ്ലോറോ ഒന്നും ഇല്ലാതെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നോമ്പ് കാലത്തായിരുന്നാലും അതുപോലെ ചൂടിനൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത്